ഇനിയിപ്പോൾ ധാരാളം നേതാക്കൾ അവിടെ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി വന്നു, രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ വി ഡി സതീശൻ അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ 4 മന്ത്രിമാർ ഇനിയും തുടരും എന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുകയാണ്. അതായത് നമ്മൾക്ക് അറിയാം നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അത് ഇനിയും 10-200 പേരുടെയെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് അവരോട് എത്രയും ചേർത്ത് നിൽക്കാൻ കഴിയുമോ അത്രയും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് സംവിധാനങ്ങൾ. അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സുകന്യ എന്ന് പറഞ്ഞ സ്ത്രീ പറയുന്നത് കേട്ടാൽ അവർക്ക് ഒരു പുനരധിവാസം ഇതുവരായിട്ടില്ല, എത്ര വർഷങ്ങളായി. പിന്നെ 2, ഈ ശ്രീഹരി എന്ന് പറഞ്ഞ ആ കുട്ടി ഇന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് ഈ ഉരുള് പൊട്ടുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അവർക്ക് തന്നെ ആ നാട്ടിലുള്ളവർക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലെ ആ പുഴയിലൂടെ വെള്ളം കുത്തൊഴുക്കി വരുന്നു, ഉരുള് പൊട്ടും, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്യാമ്പിലേക്ക് മാറണോ എങ്ങനെയൊക്കെയുള്ള ഒരു ധാരണകൾ, ഒരു ചർച്ചകൾ അവിടെ നടന്നു എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇതിലൊരു ജഡ്ജ്മെൻ്റ് എറർ അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണകൂടത്തിനോ ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനോ ഒക്കെ സംഭവിച്ചോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റഡി ഇതിനകത്ത് ആവശ്യമാണ്. കാരണം എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും അതിനകത്തൊരു അതിജീവനം അല്ലെങ്കിൽ പുനരധിവാസം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളൊരു പഠനം ഇതിനകത്ത് ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അതിതീവ്രമായ, ഒരുപക്ഷെ നമ്മൾ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. പല ഗുരുതരമായ മുറിവുകൾ കാണുമ്പം ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ കമ്പിയൊക്കെ ഒന്ന് കുത്തിക്കയറി അങ്ങനെയൊക്കെയുള്ള ഈ പരിക്കേറ്റ് ഗുരുതരമായി കിടക്കുന്നവരുടെ അവസ്ഥയൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ ഇത്തരം തീവ്രമായ ഒരു മലയിടിച്ചിലിന് കാരണം എന്തെന്നുള്ളൊരു പഠനമൊക്കെ ഇതിനകത്ത് ആവശ്യമാണ്. കാരണം പിന്നെ അവിടെ ഉരുൾപൊട്ടൽ അവർ പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര വലിയ മഴ വന്നു, ആ പുഴയിലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് അവർക്ക് പുനരധിവാസ ക്യാമ്പിലേക്ക് മാറാൻ കഴിഞ്ഞില്ല? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ സമയത്ത് അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമല്ല. കാരണം ഒരു സാഹചര്യം അങ്ങനെ അതിനെ അനുവദിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള പഠനങ്ങൾ ഇതിനകത്ത് ആവശ്യമാണ്. കാരണം കേരളത്തിൽ ഇതുവരെ നടന്നിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ, അതുപോലുള്ള ഭൂമി ദുരന്തങ്ങൾ, ഇതിനകത്ത് ഒക്കെയുള്ള ആൾക്കാരെ പുനരധിവസിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം മധുവിൻ്റെ അടുത്ത് നിന്ന് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊക്കെ മലയിറങ്ങുന്നു, കുറേ ആൾക്കാർ വരുന്നു, സഹായം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് തുടർ ജീവിതം എങ്ങനെ സംഭവിക്കുന്നു, അവരുടെ ഉപജീവന മാർഗം, അതിനുള്ള മാർഗമെന്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അത് ഫലവത്തായി നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സുകന്യ എന്ന് പറഞ്ഞ സ്ത്രീ പറയുന്നത്. അവർ രണ്ടാമത് ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വരുമ്പോൾ അവർക്ക് വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്, ഇവിടെ ചർച്ച ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന മലയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ര ആർട്ടിക്കിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണത് അവിടെ ഇത്ര അതിമാരകമായ, ഇത്രയും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മരണം സംഭവിച്ചിരിക്കുന്നത് ദുരന്തത്തിന് കാരണമായി? അത്തരത്തിലുള്ള കാരണങ്ങൾ ഇനിയെങ്കിലും അത്തരത്തിലുള്ള സമഗ്രമായ പരിശോധന നടക്കണം എന്നുള്ളതാണ് ഇത് റിപ്പോർട്ട് ചെയ്ത എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, പുനരധിവാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ ആ കുട്ടിയും അമ്മയും കൂടെ എങ്ങോട്ട് പോകുന്നു, അവരുടെ ഉപജീവനമാർഗ്ഗം നാളെ മുതൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമഗ്രമായ ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കൂട്ടായ്മ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കേരളം ഇത്തരമൊരു ദുരന്തം ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഇത്തരമധികം പുനരധിവാസമോ അത്തരത്തിലുള്ള ഇത്രയും നരഹത്യ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം നമുക്ക് മുന്നിൽ വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ഫലപ്രദമായ ആലോചനകളും അത്തരത്തിൽ കൂട്ടായി തീരുമാനങ്ങളിലേക്ക് എത്തണം, അങ്ങനെയൊരു ചർച്ച നടക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിനിപ്പോൾ പ്രത്യാശിക്കാൻ കഴിയുന്നത്. കാരണം ബിജു പറഞ്ഞ 1986 മാർച്ചിൽ വന്ന ഒരു പത്രക്കുറിപ്പാണ്. അതായത് ചൂരൽമലയെ രക്ഷിക്കണം എന്നുള്ളതാണ് അതിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ആ വാർത്താക്കുറിപ്പിന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. അതായത് 80കളുടെ പകുതിക്ക് ശേഷം തന്നെ ഇവിടുത്തെ ഈ പാരിസ്ഥിതിക ദൗർബല്യമൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ബിജു, നമുക്ക് ആ വിഷയം നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ 2-3 ദിവസങ്ങളായി അവിടെ ഉണ്ടാകുന്ന ദുരന്തം, അതിന്റെ ആഘാതം, രക്ഷാപ്രവർത്തനം, അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, ഇതിലൊക്കെയാണ് കേരള സമൂഹം ഒന്നായി നിൽക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യേണ്ടുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽ ഉറപ്പായും ചർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത്. കേരളത്തിലൊരു മണ്ണിടിച്ചിൽ ഗവേഷക കേന്ദ്രം വേണം എന്നുള്ള ആവശ്യം അടക്കം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലേക്കടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം ചർച്ച വരുന്നുണ്ട്. ഗാഡ്ഗിലിനെ പറ്റി സംസാരിക്കരുത്, പി ടി തോമസിനെ പറ്റി സംസാരിക്കരുത് എന്ന തിട്ടൂരങ്ങൾ
ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ പറയുന്ന ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ മാത്രം അതിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്ക് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ ഈ തിട്ടൂരങ്ങൾ കണ്ടു ഭയന്നിട്ടൊന്നുമല്ല നമ്മൾ ആരും അതേപ്പറ്റി മിണ്ടാത്തത്. അത് ഔചിത്യബോധം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് ദീർഘകാലത്തേക്ക് ഈ പറയുന്ന ഒരു കാര്യങ്ങളും സംസാരിക്കില്ല എന്ന ഒരു ഉറപ്പമാണെന്ന് ഒരു തൽപര കക്ഷികളും ഒരു സമ്മർദ്ദ ശക്തികളും പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്നും കൂടി പറഞ്ഞു പോകുന്നു.